മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും. 2024 മാർച്ചിൽ മാസപ്പടി കേസിൽ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. വീണയ്ക്ക് EDക്ക് മുന്നിലും ഹാജരാകേണ്ടി വരുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണയടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസ് തേച്ചുമായ്ച്ചു കളയാനാകില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെടുന്നെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. ഇത് തേച്ചു മായ്ച്ചു കളയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ആ കേസ് പോകുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മകളുടെ സമ്പത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിഹിതം കൊടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ പോവുകയാണ്. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒത്തുകളിച്ചത് കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല. എനിക്കൊരു വിശ്വാസമില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുണ്ടായിട്ട് ED നടത്തിയ കള്ളക്കളി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ CPM-ഉം BJPയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തെളിവുകൾ കൈമാറുമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. SFIOയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിച്ച് അത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ അതിന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ഏജൻസികൾ ഇതിനകത്ത് സഹകരിക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റം വരെ നീതി കിട്ടുന്നിടം വരെ മുമ്പോട്ട് പോകും. മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ നേരത്തെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം.